18-ാം സങ്കീർത്തനത്തിൽ ദാവീദൊരു ഭയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും കയറുകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ദൈവം നൽകിയ മോചനത്തെക്കുറിച്ചാണ് അദ്ദേഹം പാടി വരുന്നത്. അങ്ങനെ ആത്മീക യുദ്ധം എന്ന വിഷയത്തിൽ വരെ അദ്ദേഹം എത്തി. അതിമനോഹരമായൊരു കീർത്തനമാകുന്നു ഇത്. അതിലെ 35-ാമത്തെ വാക്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവമേ, നിന്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഞാൻ ഈ വാക്യങ്ങളെ അനേക പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി എന്നത് എനിക്ക് വേണ്ടത്ര മനസ്സിലായിട്ടില്ല. അതുതന്നെയാണോ അതിൻ്റെ റിയൽ തർജിമ എന്ന് ഞാൻ നോക്കിയപ്പോൾ അല്പ വ്യത്യാസമുള്ളതായിട്ട് കണ്ടു. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ലോർഡ്, യു ആർ ലൈക്ക് എ ഷീൽഡ് ദാറ്റ് കീപ്സ് മീ സേഫ്. നീ എനിക്ക് ഒരു പരിച പോലെ നിന്ന് എന്നെ സുരക്ഷിതമായി കാക്കുന്നു. യുവർ സ്ട്രോങ് റൈറ്റ് ഹാൻഡ് കീപ്സ് മീ ഗോയിങ്. നിന്റെ ബലമുള്ള വലത് കരം എന്നെ മുമ്പോട്ട് നയിക്കുന്നു. യുവർ ഹെൽപ്പ് ഹാസ് മെയ്ഡ് മീ ഗ്രേറ്റ്. നിന്റെ സഹായം എന്നെ വലിയവനാക്കുന്നു. മലയാളത്തിലും അങ്ങനെ ഒരു തർജ്ജിമ ലഭിച്ചു. അവിടുത്തെ രക്ഷ എനിക്ക് പരിചയമായി നൽകി. അവിടുത്തെ വലതുകരം എന്നെ താങ്ങിയിരിക്കുന്നു. അവിടുത്തെ സഹായം എന്നെ വലിയവനാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു തർജ്ജിമ വെച്ചുകൊണ്ടാവുമ്പം വ്യാഖ്യാനിച്ച് വല്ലാതെ ബുദ്ധിമുട്ടേണ്ട കാര്യം വരുന്നില്ല. നമുക്കിതിനകത്തുനിന്ന് ആത്മീയമായ പ്രബോധനം, പ്രചോദനം, പ്രകാശം, ധൈര്യം ഇതൊക്കെ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് പോലെയുള്ളൊരു പ്രോഗ്രാമാണല്ലോ ഇത്. ബൈബിൾ സ്റ്റഡി വേറെ വരുന്നുണ്ട്, ദേവാസന്മാരൊക്കെ വന്ന് പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാട്ടെ, വിഷയം കർത്താവേ, അവിടുത്തെ രക്ഷ എനിക്ക് പരിചയമായി നൽകി. രക്ഷ എന്ന ആ വാക്ക് പുതിയ നിയമത്തിൽ വരുമ്പോൾ അതീവ ഘനമേറിയ വിഷയമാണ്. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചാൽ നീ രക്ഷിക്കപ്പെടും. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. കൃപയാൽ അത്രയും നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. രക്ഷിക്കപ്പെട്ട ദൈവജനമെന്നാണ് ഞങ്ങളെ വിശേഷിപ്പിക്കുന്നത്, പുതിയ നിയമസഭയെ വിശേഷിപ്പിക്കുന്നു. എൻ്റെ ഒരു സ്നേഹിതൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്നു. അവരാ നാട്ടിലെ പ്രമുഖന്മാരായതുകൊണ്ട് പ്രമുഖന്മാരെല്ലാം അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ വണ്ടി കണ്ടപ്പോഴേക്കും അവരവിടെ നിന്ന് പറയുക, ഇവരെല്ലാം രക്ഷപ്പെട്ടവരാണല്ലോ അല്ലേ. അന്നേരം മറ്റേ ആൾ പറയുക, അല്ലടാ, രക്ഷിക്കപ്പെട്ടവർ. എല്ലാം ഒന്നു തന്നെയല്ലേ. ഇതൊക്കെ നമ്മളെ ഒന്ന് ചെറുതായിട്ട് നാടൻ ഭാഷ പറഞ്ഞാൽ ഒന്ന് ഊതി വിട്ടെന്നേ ഉള്ളൂ. ഞാനിത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ എനിക്കങ്ങനെ എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയില്ലല്ലോ. ഇതൊരു ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് വരുന്നതാണ്. സമുദായത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, മതവുമല്ല. യേശുക്രിസ്തുവുമായിട്ടൊരു കണക്ഷനിലേക്ക് വന്നിട്ട് ഈ വ്യക്തിയുടെ ജീവിതമോ സ്വഭാവമോ അല്ല, പിന്നെ ക്രിസ്തുവിലാണ് പിന്നെ ഈ വ്യക്തി. പിന്നെ തോന്നിയാസം ജീവിക്കാമെന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. ക്രിസ്തുവിൽ പുതുമനുഷ്യനായി ജീവിക്കുന്ന ആ ജീവിത ശൈലിയുടെ ആരംഭമാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ആ രക്ഷയുടെ ബോധ്യം, അവിടുത്തെ രക്ഷ എനിക്ക് പരിചയമായി നൽകി. പരിചയം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ വരുന്ന കല്ലും അമ്പും നിന്ദയും പരിഹാസവും
എല്ലാം തട്ടിക്കളയുന്ന സാധനമാണ് പരിച. പരിച സ്ട്രോങ് ആണ്, വെടിയുണ്ട പോലും കിടക്കുന്നത്. അപ്പോൾ രക്ഷാനിർണയം നിനക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം നൽകുന്നു. അവിടുത്തെ രക്ഷയെന്ന പരിചയം എനിക്ക് നൽകി. അവിടുത്തെ രക്ഷ എനിക്ക് പരിചയമായി നൽകി. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ടവർക്ക് ആ രക്ഷയുടെ ബോധ്യം ഒന്നുകൂടെ നൽകണമേ. അത് ലഭിക്കാത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവിലേക്ക് തിരിയുവാനും അവർ രക്ഷിക്കപ്പെടുവാനും ഇടവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെട്ടവർക്ക് ആ സുരക്ഷിത ബോധം നൽകി സഹായിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.